അത് നമ്മുടെ കസവയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്, ഓണത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ മാരീഡ് സ്പെഷ്യൽ ഇളനീർ പായസം എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാനൊന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇളനീരിൻ്റെ പേസ്റ്റാണ് നമ്മൾ ഇളവിനായിട്ട് നല്ല ചെറിയ ടെൻഡക്കോക്കൻ്റെ എടുത്തിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇളനീർ ചോപ്പ് ചെയ്ത് വെച്ച്, ഷുഗർ, കണ്ടൻസ് മിൽക്ക്, പിന്നെ ഗീ, കോക്കനട്ട് വാട്ടറാണ് നമ്മുടെ ആ പൊട്ടിച്ചെടുത്തതിൻ്റെ വാട്ടർ നമ്മൾ എടുത്തേക്കുന്നതാണ്. അതും നമ്മുടെ പാലും കൂടെയാണ് നമ്മൾ ഒരുമിച്ച് തിളപ്പിക്കുന്നത്. പാലൊഴിച്ചു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ കോക്കനട്ട് വാട്ടറും കൂടെ ഒഴിച്ച് കൊടുക്കാം. നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അതിനകത്തോട്ട് നമ്മൾ ഏകദേശം ചൂടാവുന്നുണ്ട് പാല്. ചൂടായി വരുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നത്. പിന്നെ അതോടെ നമുക്ക് കുറച്ച് നമ്മുടെ ടെൻഡക്കോക്കട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇളനീര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്യാം. പാലദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇതിനകത്തൊരു 2-3 ഡ്രോപ്സ് ഓഫ് ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ പായസം ഏകദേശം റെഡിയാണ്, കുറുകി ഒരു സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് കോൾഡായിട്ടാണ് സർവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നമുക്ക് നല്ല ബോളിൽ മാറ്റി നമുക്കിതൊന്ന് ചില്ലിയായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം.